ഒരു മന്ത്രിയുടെ പുതിയ തലമുറയിലെ പയ്യന് കൂടുതലും ബാംഗ്ലൂരിലാണ് ആൾ. ഇന്നലെ ഒരു വീഡിയോ കാണാൻ ഇടയായി. നമ്മുടെ രണ്ട് പാർട്ടിയും അതായത് ഒന്നും ചെയ്തില്ലെന്നുള്ള രീതിയിലാണ് വർത്തമാനം പറയുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് മോഡി സർക്കാർ നല്ല സർക്കാരാണ്, നല്ല കാഴ്ചയാണ് കാഴ്ചവെക്കുന്നത്. അതായത് ഇന്ത്യനെ വിദേശ രാജ്യത്തിനോടൊപ്പം നമ്പർ 1 ആക്കി മാറ്റി. അത് പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതായത് ഇന്ത്യനെ നമ്പർ 1 ആക്കി മാറ്റി വന്നത്. മിലിട്ടറിയിലെ ജവാന്മാർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതി ഒപ്പിച്ചുകൊടുക്കുകയും ചെയ്യുകയും നല്ല കാര്യത്തിലാണ്. അതേപോലെ തന്നെ താഴെത്തട്ടിലുള്ള മോഡി സർക്കാരിൻ്റെ നാട്ടിലുള്ളതും ഇന്ത്യയിലുള്ളതും ഇന്ന് ജീവിക്കണമെങ്കിൽ സാധാരണപ്പെട്ടവർക്ക് ഒരു നല്ലൊരു സ്കൂളില്ല, അധ്യാപനമില്ല, ടീച്ചർമാരില്ല. ജീവിതം ചെറിയ ആൾക്കാർക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ ഇന്ന് കേരളം വേണം. കേരളത്തിലെ 1300 രൂപ കൂലിയാണ് ഒരു കൂലിപ്പണിക്കാരന്. ആ നാട്ടിലൊക്കെ ഇല്ലാത്തതിൻ്റെ പേരിലാണ് പാവം പിടിച്ച മക്കളുമാർ നമ്മുടെ നാട്ടിലെ. നമ്മുടെ സർക്കാർ അക്രമങ്ങൾ കാണിക്കുമെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം. ഇപ്പം തന്നെ വീടിന് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. എന്താ തിരിച്ചടയ്ക്കേണ്ടാതെ? ആ 4 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് ഒരു റൂമും ഒരു ബാത്റൂമും പണി സുന്ദരമായിട്ട് മാറിക്കൂടായോ? തിരിച്ചടയ്ക്കേണ്ടാത്തതാണ്, കാശാണ്. ഒരാൾക്കല്ല, ആയിരക്കണക്കിന്. അതേപോലെ പെൻഷൻ, അതേപോലെ എല്ലാ മേഖലയിലും അറ്റകുറ്റപ്പണിക്ക് 80,000 രൂപ, 70,000 പെൻഷന്. ആ നാട്ടിലെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലോ, കേരളം വിട്ട് കഴിഞ്ഞാലോ ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മുടെ നാടിനെ പറ്റി, നമ്മുടെ സംവിധാനത്തെ പറ്റി കുറ്റം പറയുമ്പോഴേ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ നാട്ടിലാണെന്നിപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ സാധാരണപ്പെട്ട മക്കളുമാർക്ക് ഒരു ക്ലാസ് പോലും പഠിക്കാത്ത മക്കൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ പുതിയ തലമുറയിലെ മന്ത്രിമാർ, VIP-യുടെ മന്ത്രിമാർ ഇതൊന്നും മനസ്സിലാക്കുക. മോഡി സർക്കാർ നല്ലതാണ്, ഇന്ത്യക്ക് നല്ലതാണ്, നല്ല സംഭാവനയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഇന്ത്യനെ നമ്പർ 1 ആക്കുന്ന വിദേശ രാജ്യത്തിനോടൊപ്പം. എന്താ? പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. വിദേശ രാജ്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ രാജ്യമല്ല, അറബി നാടാണ്, മുസ്ലിങ്ങളുടെ. അതും കൂടെ മനസ്സിലാക്കണം. അതേപോലെ മിലിട്ടറിക്കാരെ ഓരോ മക്കൾക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു. ഇത് രണ്ടും കറക്റ്റാണ്. ഇത് രണ്ടും കറക്റ്റാണ് ചെയ്ത കാര്യം ചെയ്യുന്ന പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ വരുമ്പം കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഇടതായാലും പലതായാലും പാവം പിടിച്ചവർക്ക് എന്ത് കാര്യമായാലും ചെയ്തു കൊടുക്കുന്നുണ്ട്, മേടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അടച്ചാക്ഷേപിക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അന്യ സംസ്ഥാനത്താണ് ഇപ്പോഴും എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും ആണെന്നറിയാമോ? അപ്പം നമ്മുടെ നാടിനെ ആക്ഷേപിക്കുമ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അറിയാൻ മേലാത്ത മക്കളുമാർക്കൊരു മെസ്സേജ് ആയത്.